പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുന്നിങ്ങള്. ഏതെങ്കിലും ഒരു നബി ഞാൻ വന്നത് ഒരു മഹാനായ ഷെയ്ഖിനെ വിളിക്കാനും അത് ഉറക്ക വിളിക്കുന്ന യാ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ച് ഇബാദത്ത് ചെയ്യാനാണ് ഒരു പ്രസ്ഥാനം ഉണ്ടായത് എന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് പ്രവാചകന്മാരുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഹൗസുൽ ഔദമിനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാനാണ് സമസ്ത ഈ കേരളത്തിൽ ഉണ്ടായത്. നിങ്ങൾ പറയൂ, ഇതിനെന്ത് ഖുർആന്റെ പിൻബലമുള്ളത്? ഏത് ഹദീസിന്റെ പിൻബലമുള്ളത്? ഒരു ഖുർആനിക വചനം. ഹൗസുൽ ഔദമിനെ വിളിപ്പിക്കലാണ് ഇസ്ലാമിക സംഘത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത എന്ന് ലോകത്തെ പഠിപ്പിച്ച ഏത് വചനമാണുള്ളത്? ഏത് ഇബാറത്താണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കുക. ഹൗസുൽ ഔദമിനെ വിളിക്കാം, അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല. അത് ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കാനാണ് സമസ്ത ഉണ്ടായത്. അത് അക്ഷരാർത്ഥത്തിൽ വിജയിക്കുകയും ചെയ്തു. അള്ളാഹിനെ മാത്രം വിളിക്കുന്ന ആളുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ നബി ആരാണ്? സമസ്തക്കാരോട് ഞാൻ തുറന്നു ചോദിക്കണം, നിങ്ങളുടെ പ്രവാചകൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുതുബ 500 എണ്ണം നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ചെലുതും മൃദുമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രസംഗം എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തയച്ചത് ഇബ്രാഹിം നബി ആവേശപൂർവ്വം വിളിക്കാനാണ് എന്നൊരു പ്രസംഗം മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തിയോ?